ഹായ്, ഗുഡ് ഈവനിങ് ഓൾ. മിഡ് ക്യാപ് ബ്രോക്കറിൻ്റെ പോസ്റ്റ് മാർക്കറ്റ് പ്രീ മാർക്കറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, അപ്പോൾ ഇന്നും ഇച്ചിരി ലേറ്റായി. നാളെ ഇനിയിപ്പം പോസ്റ്റ് മാർക്കറ്റ് ചെയ്യേണ്ട കാര്യമില്ല, കാരണം വെള്ളിയാഴ്ച അവധി ആയതുകൊണ്ട് നാളെ നമുക്ക് ചെയ്യേണ്ട. പക്ഷേ ഇന്ന് ലേറ്റായി. എന്ത് ചെയ്യാൻ പറ്റും, ഡ്യൂട്ടിയുടെ പ്രശ്നമുള്ളതുകൊണ്ടാണ് ഇത്രയും ലേറ്റ് ആയത്. അതുകൊണ്ട് വീഡിയോസിന് വ്യൂസും വളരെ കുറഞ്ഞു. സാരമില്ല, നോ പ്രോബ്ലം. ഇപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ സാഹചര്യം അനുസരിച്ചെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം രണ്ടാമതൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കുറേ പേര് മെസ്സേജ് അയച്ചു, മിഡ് ക്യാപ്പിൻ്റെ ലെവലിലൂടെ ഒന്ന് പറയണേ, ബാങ്ക് നിഫ്റ്റിയുടെ ലെവലിലൂടെ ഒന്ന് പറയണേ. ഇതെല്ലാത്തിൻ്റെയും കൂടെ പുറകെ പോയി കഴിഞ്ഞാൽ എൻ്റെ സമയം, നമ്മുടെ വീഡിയോയുടെ ദൈർഘ്യം പിന്നെയും അങ്ങ് നീണ്ടുപോകും. എങ്കിലും നിങ്ങളുടെ പിന്നെ റിക്വസ്റ്റിനെ മാനിച്ച് ഞാൻ വീഡിയോയുടെ ഇടയ്ക്ക് വിടുമെങ്കിലും, ഞാൻ ആദ്യം ഇടത്തില്ല അവസാനം ഇടത്തില്ല. അപ്പം പിന്നെ നിങ്ങൾ മാന്യമായിട്ട് വന്ന് അവിടെ മാത്രം എടുത്ത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങൾ പോകല്ലേ ചെയ്യത്തുള്ളൂ, അല്ലേ ലെവൽ നോക്കി നിങ്ങൾ പോകത്തല്ലേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോയുടെ ഇടയ്ക്ക് എവിടെങ്കിലും ഓക്കെ ഞാൻ മിഡ് ക്യാപ്പിൻ്റെയും ബാങ്ക് നിഫ്റ്റിയുടെയും ലെവല് പറയുന്നതായിരിക്കും. ഓക്കെ, അപ്പം താല്പര്യമുള്ളവർ കാണുക, വേണ്ടവരും കാണുക. ഓക്കെ, അപ്പോൾ ഞാനെന്നും പറയുന്ന പോലെ എന്നും എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അതുകൊണ്ട് കൃത്യമായി കാണാനും പഠിക്കാനും ശ്രമിക്കുക. പിന്നെ അടുത്ത കാര്യം പറയാനുള്ളത്, ഞാൻ ഗ്രൂപ്പിൽ പറഞ്ഞിരുന്നു, അപ്പോൾ കുറേ പേര് മെസ്സേജ് അയച്ചു. ഞാൻ പറഞ്ഞു നമ്മുടെ വ്യൂ തെറ്റിപ്പോയി എന്ന് പറഞ്ഞു. അപ്പം എല്ലാവരും പറഞ്ഞു, അതെങ്ങനെ വ്യൂ തെറ്റിപ്പോകുന്നത്, ഇന്നലെ വീഡിയോയിൽ പറഞ്ഞ അതുപോലെ തന്നെയാണല്ലോ സംഭവിച്ചോ, സാറിനെ പറഞ്ഞില്ലേ US മാർക്കറ്റ് ആ നെഗറ്റീവിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിത് ബാധിക്കാനുള്ള സാധ്യതയുണ്ട്, അങ്ങനെയാണെങ്കിൽ 22,500 ടെസ്റ്റ് ചെയ്ത് നേരെ തിരിച്ച് താഴോട്ട് വരും എന്ന് ഞാൻ പറഞ്ഞില്ലേ എന്ന് പറഞ്ഞു. ശരിയാണ്, എല്ലാം പറഞ്ഞു. ഞാൻ ഗ്രൂപ്പിൽ പറഞ്ഞ കാര്യം എൻ്റെ പേഴ്സണൽ ട്രേഡിന് അതിലെ കാര്യമാണ് പറഞ്ഞത്. അതായത് ഞാൻ ഇന്നലെ കറക്റ്റാണ് പറഞ്ഞത്, നമ്മൾ ഇന്നലെ സംസാരിച്ച പോലെ തന്നെയാണ് മാർക്കറ്റിൽ സംഭവിച്ചത്. അതായത് US മാർക്കറ്റ് ഇന്നലെയും ഡൗൺ ആയിരുന്നു 10,400 പോയിൻ്റ്. അപ്പം അതുകൊണ്ട് നമ്മുടെ മാർക്കറ്റ് നെഗറ്റീവിലോട്ട് വരാനുള്ള സാധ്യതയായിരിക്കും എന്ന് ഞാൻ പറഞ്ഞിരുന്നു. പക്ഷെങ്കിൽ രാവിലെ മാർക്കറ്റ് ഓപ്പൺ ആയപ്പോൾ USൻ്റെ ഫ്യൂച്ചേഴ്സ് രണ്ടും നല്ല പോസിറ്റീവിലായിരുന്നു. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മാർക്കറ്റിലും ഒരു പോസിറ്റീവ് വൈബ് വരണം എന്നാണ് ഞാൻ വിചാരിച്ചത്. അങ്ങനെയാണ് ഞാൻ എൻ്റെ ട്രേഡ് പ്ലാൻ ചെയ്തത്. പക്ഷേ ഞാൻ പ്ലാൻ ചെയ്ത്, അപ്പം ആ രാവിലത്തെ ട്രേഡ് പ്ലാനാണ് ഞാനീ പറയുന്നത്. അപ്പം ആ ട്രേഡ് പ്ലാൻ അനുസരിച്ച് ഞാൻ പോയി, പക്ഷെങ്കിൽ അത് റോങ് ആയിപ്പോയി. ഓക്കെ, റോങ് ആയിപ്പോയി. നമ്മൾ സ്റ്റോപ്പ് ലോസിൽ മാനേജ് ചെയ്ത് ഇറങ്ങി നിന്നു. അതിനുശേഷം താഴെ നമ്മൾ വീണ്ടും ട്രേഡ് എടുത്ത് സെറ്റായി. അപ്പോൾ ഞാൻ പറഞ്ഞത് നമ്മുടെ യൂട്യൂബിൽ പറഞ്ഞ വീഡിയോയുടെ പ്രശ്നമല്ല ഞാൻ പറഞ്ഞത്, ഞാൻ എൻ്റെ പേഴ്സണൽ വ്യൂവിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്, ട്രേഡ് സെറ്റപ്പിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പം മാർക്കറ്റ് ഇത് നമ്മൾ ശരിക്കും നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ കൃത്യമായി നമ്മുടെ ലെവലുകളൊക്കെ കൃത്യമായിട്ട് വർക്ക് ചെയ്തു, ഇല്ലേ? കൃത്യമായിട്ട് വർക്ക് ചെയ്ത് ഗ്യാപ്പ് അപ്പിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്തു. ഗ്യാപ്പ് അപ്പിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്തു. അതിനുശേഷം മാർക്കറ്റ് അരിഞ്ഞ് താഴോട്ട് വന്നു, ഇല്ലേ? താഴോട്ട് വന്ന് ഇവിടെ വരെ വന്ന് ഇവിടുന്ന് ആദ്യം ഞാൻ വിചാരിച്ചു ഇവിടെ സപ്പോർട്ട് നേരെ തിരിച്ചു കയറുമെന്ന് വിചാരിച്ചു. അത് സംഭവിച്ചില്ല. അതിനുശേഷം മാർക്കറ്റ് നേരെ താഴോട്ട് വന്നെങ്കിൽ ഇവിടുന്ന് നേരെ ഒരു റിവേഴ്സൽ കിട്ടി. അപ്പോഴെങ്കിലും തിരിച്ചു കയറുമെന്ന് വിചാരിച്ചില്ല. പിന്നെ വളരെ ഒരു ഗംഭീര ക്യാൻഡിൽ വീണതിന് ശേഷം മാർക്കറ്റ് വീണ്ടും തിരിച്ചു കയറാൻ തുടങ്ങി. അപ്പോൾ ഇവിടെ നമുക്കൊരു ട്രേഡ് സെറ്റപ്പ് ഉള്ളത് നിങ്ങൾക്കൊക്കെ ഒരു അബദ്ധം പറ്റിയതും ഞാൻ എപ്പോഴും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഏത് സ്ട്രാറ്റജി ആയാലും ഏത് പ്രഡിക്ഷൻ ആയാലും അതിൻ്റെ സാധ്യത ഇന്നലെ ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞത് 75% മാത്രമേ ഉള്ളൂ. ഓക്കെ, 25% നമ്മൾ എപ്പോഴും നെഗറ്റീവ് സാധ്യത കാണണം എന്ന് ഞാൻ കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞിരുന്നു. ഇന്നലെ അത് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞിരുന്നു. ഓക്കെ, അപ്പം നമ്മളൊരു ട്രേഡിനിറങ്ങുമ്പോൾ അൺഎക്സ്പെക്റ്റഡ് തിങ് നമ്മളെപ്പോഴും എക്സ്പെക്റ്റ് ചെയ്യണം. മനസ്സിലായി പറഞ്ഞേ? ഓക്കെ, അൺഎക്സ്പെക്റ്റഡ് സംഭവം നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യണം മാർക്കറ്റിൽ നമ്മൾ ട്രേഡ് എടുക്കുമ്പോൾ. അതാണ് ഒരു യഥാർത്ഥ ട്രേഡർ. അങ്ങനെ അൺഎക്സ്പെക്റ്റഡ് തിങ് സംഭവിക്കും എന്ന് നമ്മൾ പ്ലാൻ ചെയ്യുമ്പം അതിനുള്ള അതിനുള്ള റെമഡി നമ്മുടെ കയ്യിലുണ്ട്, ഇല്ലേ? അതിനുള്ള പ്രതിവിധി നമ്മൾ കണ്ടുവച്ചിട്ട് നമ്മൾ ട്രേഡിന് ഇറങ്ങത്തുള്ളൂ, ഇല്ലേ? അതെന്താ നമ്മുടെ പ്രതിവിധി? കറക്റ്റായിട്ട് സ്റ്റോപ്പ് ലോസ്, ഇല്ലേ? അത് മാനേജ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം മാർക്കറ്റ് ഇവിടെ നേരെ താഴെ നമുക്ക് ട്രേഡ് പാളിപ്പോയത് ഇവിടെയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പഠിച്ച അതേ സ്ട്രാറ്റജി, ഒരു ഗ്രീൻ വന്നു, അടുത്ത ശേഷം നല്ലൊരു റിജക്ഷൻ വന്നു. അപ്പം നമ്മൾ വിചാരിച്ച് നേരെ താഴെ റെഡ് വന്നെങ്കിലും റിജക്ഷൻ വന്ന മാർക്കറ്റ് നേരെ മേലോട്ട് പോകുമെന്ന് വിചാരിച്ച് നമ്മളിവിടെ അടുത്ത് ട്രേഡ് എടുത്തു. കാരണം അതിനടുത്ത് നെക്സ്റ്റ് ഒരു റീടെസ്റ്റ് പോലെ വന്നു, ഇല്ലേ? അത് നമുക്ക് പിന്നെ അവിടെ നിന്ന് മേലോട്ട് പോകുമെന്ന് വിചാരിച്ചു. ഒന്നും സംഭവിച്ചില്ല. അതിനുശേഷം മാർക്കറ്റ് നേരെ തിരിച്ച് താഴോട്ട് വന്നു. വലിയൊരു ഇതൊരു റെഡ് ക്യാൻഡിലാണ്. ഓക്കെ, അതിന് ശേഷം നേരെ തിരിച്ചു പോയി ഗ്രീൻ രീതി ക്ലോസ് ചെയ്തു. അപ്പോൾ ഇതേ കൂട്ടുള്ള സിനാരിയോ വീണ്ടും നമുക്ക്
ഒരു പ്രാവശ്യം കൂടെ കിട്ടി. പലയിടത്തും അങ്ങനെ നമ്മൾ ട്രേഡ് എടുത്ത് വിജയിച്ചിട്ടുണ്ട് ഇല്ലേ? പക്ഷേ ഇവിടെ ആ സംഭവം പാളിപ്പോയി. ഈ സംഭവം അവിടെ നമ്മുടെ പ്രതീക്ഷയ്ക്ക് ഘടകവിരുദ്ധമായിട്ട് എന്ത് ചെയ്തു, ഇവിടെ പാളിപ്പോയി. ഓക്കെ, ഒന്നാമത്തെ പിന്നെ അതിനുശേഷം നേരെ തിരിച്ചു വന്ന് നമ്മുടെ സ്റ്റോപ്പ് ലോസ് അടിച്ചു. കൃത്യമായിട്ട് നമ്മുടെ സപ്പോർട്ടിൽ വന്ന് നേരെ ക്ലോസ് ചെയ്തു ഇല്ലേ? അപ്പോൾ നമ്മുടെ ട്രേഡ് ഇവിടെ പാളിപ്പോയി, സ്റ്റോപ്പ് ലോസ് അടിച്ചു. ഇതായിരിക്കും നമ്മുടെ സ്റ്റോപ്പ് ലോസ്, അല്ലെങ്കിൽ ഇവിടെ വരെ സ്റ്റോപ്പ് ലോസ് അടിച്ചു. ഓക്കെ, ലോസ് ബുക്ക് ചെയ്തു, നമ്മൾ മാറിയുന്നു. അടുത്ത ഓപ്പർച്യൂണിറ്റി, ഇവിടെ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്കുണ്ട്. എന്താണ്? ഞാൻ പഠിപ്പിച്ച സ്ട്രാറ്റജി അത് പലരും എടുത്തു, പലരും വിജയിച്ചാണ്. എന്താണ്? ഒരു 5 മിനിറ്റിൻ്റെ ക്യാൻഡിൽ നമ്മുടെ ഇതിൻ്റെ താഴെ വന്ന് ക്ലോസ് ചെയ്യുവാണെങ്കിൽ നമുക്കൊരു ട്രേഡ് ഉണ്ട്. ഇതാക്കി കൃത്യമായിട്ട് ഇവിടെ ഒരു സംഭവം ഓൾറെഡി ഉണ്ട്. ഇത് പലരും വരച്ചെന്നെ കാണിച്ച് എനിക്ക് പിന്നെ സ്ക്രീൻഷോട്ട് അയച്ചു തന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ 75% ഒരു ക്യാൻഡിൽ നമുക്കിവിടെ ക്ലോസിങ് കിട്ടി. നമുക്കൊരു ട്രേഡ് സ്റ്റോപ്പ് ലോസ് ഇവിടെ വെച്ചുകൊണ്ട് നമുക്ക് ട്രേഡ് എടുക്കാം. അങ്ങനെ ട്രേഡ് എടുത്ത് കറക്റ്റായിട്ട് പോയി റീടെസ്റ്റ് ചെയ്ത് മാർക്കറ്റ് തിരിച്ചായിട്ട് വന്ന് നമ്മുടെ സപ്പോർട്ടിൽ ഇറങ്ങി ഇല്ലേ? അപ്പോൾ ഈ ട്രേഡ് പരാജയപ്പെട്ടു, ഈ ട്രേഡ് സക്സസ് ആയി ഇല്ലേ? കൃത്യമായിട്ട് എൻ്റെ പഠിപ്പിക്കൽ ഫോളോ ചെയ്യുന്ന കാര്യമാണ് പറയുന്നത്. ഓക്കെ, ഞാൻ ദിവസവും എൻ്റെ വീഡിയോ കാണുന്നവരും ഞാൻ എന്താണോ പഠിപ്പിക്കുന്നതും അത് കൃത്യമായി ഫോളോ ചെയ്തവർക്ക് ഇത് SL അടിച്ചു, ഇത് പിന്നെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റി. ഇനി മൂന്നാമത്തെ സിനാരിയോ എന്താണ്? മൂന്നാമത്തെ സിനാരിയോ നേരെ കറക്റ്റ് ഇവിടെ വന്ന് സപ്പോർട്ട് എടുത്തു ഇല്ലേ? നമ്മുടെ ലൈനിൽ സപ്പോർട്ട് എടുത്ത് ഇവിടുന്ന് ഒരു നേരെ വീണ്ടും മാർക്കറ്റ് മേലോട്ട് കയറാൻ പോയി. നല്ലൊരു ബുള്ളിഷ് ഗ്രീൻ ക്യാൻഡിൽ കിട്ടി, ഒരു 75% ക്ലോസിംഗ് ഉണ്ട്. അപ്പോൾ നമുക്ക് എന്താണ് ഇവിടുന്ന് ഒരു മേലോട്ടൊരു ട്രേഡ് ഓൾറെഡി ഉണ്ട് എന്ന് നമ്മൾ ഉറപ്പിച്ചു. അടുത്ത ക്യാൻഡിൽ ഗ്രീൻ ആണ് വീണത് ഇല്ലേ? അപ്പം ശരിക്കും നോക്കിക്കോ ഇല്ലേ? കറക്റ്റായിട്ട് ഇവിടെ സപ്പോർട്ട് എടുത്തു, നേരെ ശകല വ്യത്യാസമുള്ളൂ, അത് നമ്മൾ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. വന്നു കറക്റ്റ് ഒരു ഗ്രീൻ ഫോർമേഷനായി, ഇതും എൻഗൾഫ് ചെയ്തു, നേരെ മാർക്കറ്റ് മുകളിലോട്ട് പോയി ഇല്ലേ? അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഒരു അപ് ട്രെൻഡ് ഉണ്ടെന്ന് നമ്മൾ ഉറപ്പിച്ചു. കൺഫർമേഷൻ നമ്മൾ എങ്ങനെ കൺഫേം ചെയ്തു? മാർക്കറ്റ് ഇവിടെ നേരെ കയറിപ്പോയി, മേലോട്ട് കയറിപ്പോയെങ്കിലും വീണ്ടും താഴെ ഒന്ന് റീടെസ്റ്റ് ചെയ്തു ഇല്ലേ? ഒന്ന് റീടെസ്റ്റ് ചെയ്തിട്ട് മാർക്കറ്റ് നേരെ മുകളിലോട്ട് കയറിപ്പോയി. നമ്മുടെ പിന്നെ ഫസ്റ്റ് സപ്പോർട്ടിൽ റെസിസ്റ്റൻസിൽ വന്ന് തട്ടി വേണമെങ്കിൽ ഇവിടെ ഇറങ്ങാം, ഇവിടെ നിങ്ങൾക്ക് ഇറങ്ങാം, അല്ല ഇവിടെ സ്റ്റോപ്പ് ലോസ്. അപ്പോൾ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഇവിടെ ആയിരിക്കും ഇല്ലേ? ഇത് ആദ്യം ഇവിടെ സ്റ്റോപ്പ് ലോസ് ഇവിടെ എടുത്തു, അതിനുശേഷം മാർക്കറ്റ് മേലോട്ട് കയറി പോയി നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഇവിടെ ആയിരിക്കും. മാനേജ് ചെയ്തവർക്ക് സ്റ്റോപ്പ് ലോസ് അടിച്ചില്ല, അതിനുശേഷം വീണ്ടും ഒന്ന് താഴോട്ട് വന്നിട്ട് നേരെ മാർക്കറ്റ് മുകളിലോട്ട് പോയി. അപ്പം ഈ ട്രേഡ് ഇവിടോ അല്ലെങ്കിൽ എവിടെങ്കിലും നിങ്ങൾ എടുത്തവർക്ക് പ്രോഫിറ്റിൽ ബുക്ക് ചെയ്യാൻ പറ്റും. അപ്പം നമ്മൾ 3 ട്രേഡിനകത്തിൽ ഒരു ട്രേഡ് പോയി, 2 ട്രേഡ് നമുക്ക് കിട്ടി. അപ്പോൾ ഇതാണ് ഇന്നത്തെ സെറ്റപ്പ്. പക്ഷേ എൻ്റെ സെറ്റപ്പ് എനിക്കിവിടെ പോയി എനിക്ക് നല്ല ലോസ് ഉണ്ടായി. ഞാൻ ഇവിടം വരെ ഹോൾഡ് ചെയ്തു. ഓക്കെ, ഇവിടെ നമ്മൾ ട്രേഡ് എടുത്ത് ഇവിടം വരെ ഞാൻ ഹോൾഡ് ചെയ്തു. എനിക്ക് ലോസ് വന്നു, അത് ഞാൻ ബുക്ക് ചെയ്തു. നേരെ തിരിച്ച് വിടുന്നപ്പോൾ ഞാൻ ഇവിടുന്ന് വീണ്ടും ട്രേഡ് എടുത്തു. ഇവിടുന്ന് വീണ്ടും ട്രേഡ് എടുത്ത് ഞാൻ ഇവിടെ ഇറങ്ങി. ഇവിടം വരെ നോക്കിയിരുന്നില്ല, ഇവിടെ ഇറങ്ങി ഞാൻ. ഓക്കെ, അപ്പം പക്ഷേങ്കിൽ എന്നിട്ടും എനിക്ക് കോസ്റ്റ് അല്ല, ചെറിയൊരു ലോസ് മാത്രമേ വന്നുള്ളൂ, ബാക്കിയെല്ലാം ഞാൻ റിക്കവർ ചെയ്തു. ഓക്കെ, അപ്പം ഇതായിരുന്നു ഇന്നത്തെ. അപ്പോൾ എന്നും പ്രോഫിറ്റ് അല്ലെങ്കിൽ കണ്ടിന്യൂസ് പ്രോഫിറ്റ് അങ്ങനെ ഒരു സ്ട്രാറ്റജി നമുക്കില്ല ഇല്ലേ? ലോസ് വന്നാൽ ലോസ് ബുക്ക് ചെയ്യണം, പക്ഷേ ആ ലോസിനെ നമ്മൾ ലിമിറ്റ് ചെയ്യുക എന്നുള്ളതിനാണ് ഒരു ട്രേഡറിൻ്റെ മിടുക്ക്. മനസ്സിലായി? അപ്പം നമ്മൾ എന്നും പ്രോഫിറ്റ് എന്നുള്ളതല്ല ഉദ്ദേശം. ഓക്കെ, നമുക്ക് എന്നും ഒരു ട്രേഡറിൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ഏത് സാഹചര്യത്തിലും അതിനോട് പൊരുത്തപ്പെട്ട് അതിൽ നിന്ന് എക്സിറ്റ് ആകുക എന്നുള്ളതാണ്. എക്സിറ്റ് അല്ലെങ്കിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുക, അതാണ് ഏറ്റവും വലിയ ഒരു ട്രേഡറിൻ്റെ ഏറ്റവും വലിയൊരു ഗുണം. അപ്പോൾ നമ്മുടെ ലോസിനെ നമ്മൾ എങ്ങനെയും മാനേജ് ചെയ്യുക. ഓക്കെ, ലോസിനെ നമ്മൾ മാനേജ് ചെയ്യുന്നത് വൈദഗ്ധ്യം നേടുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഒരു ട്രേഡറിൻ്റെ ഏറ്റവും വലിയ കാര്യം അതാണ്, ലോസിനെ ലിമിറ്റ് ചെയ്യുക. ഓക്കെ, പ്രോഫിറ്റ് ബാക്കി പിന്നത്തെ കാര്യമാണ്, രണ്ടാമത്തെ കാര്യം. ഫസ്റ്റ് നമ്മുടെ ലോസ് ലിമിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം നമ്മുടെ കഴിഞ്ഞ 5-6 ദിവസമായിട്ട് 6-7 ദിവസമൊക്കെ കണ്ടിന്യൂസ് ലോസ് ഗ്രീൻ കത്തിച്ചവർക്ക് ഇന്ന് അവർക്ക് ലോസ് അവർ ബുക്ക് ചെയ്ത് മെസ്സേജ് അയച്ചു, സാർ ഇന്ന് ഞങ്ങൾ ലോസ് ബുക്ക് ചെയ്തു. ഓക്കെ, ലോസ് ബുക്ക് ചെയ്തു, നോ പ്രോബ്ലം. അതിന് നമ്മൾ പറയേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ പക്ഷേ നമ്മുടെ ലോസിനെ ലിമിറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് അതവിടെ നമുക്ക് അവസാനിപ്പിക്കാം. ഓക്കെ, അപ്പം നമുക്ക് നാളത്തെ വ്യൂ ഈ നാളെ എന്താണ് സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. നാളെ എന്താ സംഭവിക്കുന്നത് നോക്കുന്നതിന് മുന്നേ ജസ്റ്റ് ഞാൻ നിങ്ങളുടെ എല്ലാവരുടെ അഭ്യർത്ഥന മാനിച്ച് ഞാൻ പിന്നെ ഇത് ചെയ്തേക്കാം. എന്താണ് നമ്മുടെ ബാങ്ക് നിഫ്റ്റി ജസ്റ്റ് ഒന്ന് പറയാം. ഓക്കെ, ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ടാണ് ഈ കാണുന്നത്, 5 മിനിറ്റിൻ്റെ ചാർട്ടാണ് ഈ കാണുന്നത്. ഇവിടെ ബാങ്ക് നിഫ്റ്റിക്കകത്തൊരു ബോക്സ് പാറ്റേൺ രൂപപ്പെട്ടിട്ടുണ്ട്, ഒരു ബോക്സ് പാറ്റേൺ. ഓക്കെ, ഈ 2 ബോക്സ് ഉണ്ട്, മുകളിൽ ഒരു ബോക്സ് ഉണ്ട്, താഴെ ഒരു ബോക്സ് ഉണ്ട്. ഓക്കെ, അപ്പം ഈ ബോക്സ് ഇതിനകത്ത് മാർക്കറ്റ് കൺസോളിഡേറ്റ് ചെയ്യുകയാണ്. ഇതിന് ശേഷം ഇത് ബ്രേക്ക് ഔട്ട് നടത്തി മാർക്കറ്റ് മുകളിൽ പോയി വീണ്ടും തിരിച്ചിറങ്ങി താഴോട്ടിറങ്ങി വന്ന് വീണ്ടും ഇത് ബ്രേക്ക് ഔട്ട് ചെയ്ത് മുകളിൽ പോയി വീണ്ടും ഈ ബോക്സിൻ്റെ മണ്ടയ്ക്ക് ഇത് കൺസോളിഡേറ്റ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പം നാളെ നമുക്ക് ഉള്ള ടാർഗറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബോക്സ് നിങ്ങൾ വരച്ച് വെക്കുക നിങ്ങളുടെ ഇതിനകത്തിൽ.
അതിനുശേഷം ഇവിടുന്ന് ഇതിനകത്ത് കയറുവാണെങ്കിൽ ഈ ബോക്സിനകത്ത് കയറുവാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആക്ച്വലി നമുക്ക് നോ ട്രേഡിംഗ് സോണാണ്. അല്ലെങ്കിൽ ഇവിടെ ഈ പോയിന്റിൽ എന്ത് സംഭവിക്കും നോക്കുക. ഇവിടുന്ന് ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ നമ്മുടെ അതേ പോളിസി 5 മിനിറ്റിൻ്റെ ക്യാൻഡിലൂടെ ക്ലോസിംഗ് കിട്ടുവാണെങ്കിൽ താഴോട്ട് ക്ലോസിംഗ് കിട്ടുവാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഒരു ട്രേഡ് എടുക്കാം. അല്ല, ഒരു ഗ്യാപ്പ് ഡൗൺ ഓപ്പൺ ചെയ്ത് നടുക്കെങ്ങാണമാണ് ഇത് ഓപ്പൺ ചെയ്തെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ ട്രേഡ് ചെയ്യരുത്. ഈ ബോക്സ് നോ ട്രേഡിംഗ് സോണാണ്. ഒന്നുകിൽ ഒരു റെസിസ്റ്റൻസിലോ അല്ല സപ്പോർട്ടിലോ വന്നതിന് ശേഷം മാത്രം ഒരു ട്രേഡ് പ്ലാൻ ചെയ്യുക. ഇത് ബ്രേക്ക് ചെയ്ത് താഴെ പോവുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഫർദർ ഡൗൺഫോൾ ബാങ്ക് നിഫ്റ്റിക്ക് അത് കിട്ടും. പിന്നെ മുകളിലോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് വേണമെങ്കിൽ നമുക്കൊരു ടെമ്പററി സെറ്റപ്പായിട്ട് നമുക്ക് ഇതിനെ കണക്കാക്കാം. ഒരു ടെമ്പററി സെറ്റപ്പായിട്ട് ഇതല്ല, ഒരു ടെമ്പററി സെറ്റപ്പ് വേണ്ടിയതാണ്. ഓക്കെ, ഇത് ഈ ഒരു റെസിസ്റ്റൻസ് ഒന്ന് ശ്രദ്ധിച്ചോണം. ഇത് നിങ്ങളൊന്ന് മാർക്ക് ചെയ്ത് വെച്ചാൽ മതി. ഇതും ബ്രേക്ക് ചെയ്ത് നാളെ ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെന്നുണ്ടെങ്കിൽ ഇത് ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് റെസിസ്റ്റൻസ് ഈ ബോക്സാണ്. ഈ ബോക്സിൻ്റെ ഇവിടെയാണ് ഫസ്റ്റ് റെസിസ്റ്റൻസ്. ഇതിനകത്ത് കയറി ഒരു 5 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസിംഗ് കിട്ടുവാണെങ്കിൽ പിന്നെ ഫർദർ മാർക്കറ്റ് മുകളിലോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഈ ബോക്സും ബ്രേക്ക് ചെയ്ത് മുകളിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത ടാർഗറ്റ് ഇത് 49,000-ന് 48,926 വരെ വരാനുള്ള സാധ്യതയുണ്ട്. ഇപ്പം മാർക്കറ്റ് നിൽക്കുന്നത് 48,132 ഒരു 500-600 പോയിൻറ്റ് 700 പോയിൻറ്റ് ഒക്കെ നല്ല രീതിയിൽ മൂവ്മെൻറ്റ് കിട്ടുവാണെങ്കിൽ 700 പോയിൻ്റ് കിട്ടാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ഈ 2 ബോക്സ് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇത് വെച്ചിട്ട് നിങ്ങൾ മാനേജ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പം അടുത്തത് നമുക്ക് എന്താണ്, അടുത്തത് മിഡ് ക്യാപ്പിനെ പറയാം. മിഡ് ക്യാപ്പ് ഞാൻ ഓൾറെഡി വരച്ചിട്ടിട്ടുണ്ട്. മിഡ് ക്യാപ്പ് ഇതാണ് ഒരു സപ്പോർട്ട്. ഓക്കെ, 10,776 മിഡ് ക്യാപ്പിൻ്റെ ഒരു സപ്പോർട്ട്. അതിന് താഴെ ഒരു റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10,675 ഓക്കെ, ഇതിപ്പോൾ മാർക്കറ്റ് ഇതിനകത്ത് ട്രേഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നോ ട്രേഡിംഗ് സോണാണ്. അതായത് 10,903 972 ഇടയ്ക്ക് മാർക്കറ്റ് ഇപ്പോൾ ക്ലോസ് ചെയ്തേക്കുന്നത് ഏകദേശം 10,920-15 ആ റേഞ്ചിലെങ്ങാണ്ടാണ് ക്ലോസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നോക്കുക, എങ്ങോട്ട് ബ്രേക്ക് ചെയ്ത് നോക്കുക. ബ്രേക്ക് ചെയ്തതിന് ശേഷം ഒരു ട്രേഡിനെ പറ്റി നിങ്ങൾ ചിന്തിക്കുക. നിങ്ങൾക്ക് എപ്പോഴും താഴെയാണ് കിട്ടുവാണെന്നുണ്ടെങ്കിൽ, ഈ റേഞ്ചിലെങ്ങാണ് കിട്ടുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പൊസിഷണലായിട്ടൊരു ട്രേഡ് എടുത്ത് ഹോൾഡ് ചെയ്യാം മിഡ് ക്യാപ്പിനകത്ത്. ഓക്കെ, ഇവിടെ എങ്ങാണ് കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ പോയിന്റിലെങ്ങാണ് വരുവാണെന്നുണ്ടെങ്കിൽ പ്രൈസ് ആക്ഷൻ നോക്കിയിട്ട് നിങ്ങൾക്ക് താഴെ നിന്ന് ഒരു സി വാങ്ങിച്ച് നിങ്ങൾക്ക് ഹോൾഡ് ചെയ്യാം 2, 3, 4 ദിവസം. ന്യായമായ പ്രോഫിറ്റ് കിട്ടുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഒരു ബുക്ക് ചെയ്യുകയും ചെയ്യാം. കഴിഞ്ഞ ദിവസം ഞാനിതുപോലെ ഒരെണ്ണം പറഞ്ഞിരുന്നത് 10,950 വാങ്ങിക്കാൻ, അത് 11,075 വരെ പോയി. ഞാനത് പ്രോഫിറ്റ് ബുക്ക് ചെയ്തു. പൊസിഷണലായിട്ട് ഞാൻ പറഞ്ഞായിരുന്നതാണ് എൻ്റെ ഓർമ്മ. ഓക്കെ, അങ്ങനെ ഒരു ട്രേഡ് വേണമെങ്കിൽ നിങ്ങൾക്ക് മിഡ് ക്യാപ്പിനകത്തിൽ നോക്കാം. പലരും നമ്മൾ എടുത്തിട്ടുണ്ട്, പേഴ്സണലായിട്ട് പറഞ്ഞവർക്ക് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നോക്കുക. ടാർഗറ്റ് മുകളിലോട്ടുള്ളത് ഇതൊക്കെയാണ്: 11,084, 11,182. ഇത് പിന്നെ മിഡ് ക്യാപ്പ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ വന്ദേ ഭാരത് പോലെ ഇടയ്ക്ക് സ്റ്റോപ്പൊന്നും കാണുന്നില്ല, വിട്ടാൽ അങ്ങനെ അങ്ങ് പോവും. ഓക്കെ, അതുകൊണ്ട് ഇത് ലെവലുകൾ നോക്കി നിങ്ങൾ മാർക്ക് ചെയ്ത് വെക്കുക. ഓക്കെ, ഇതൊക്കെയാണ് മിഡ് ക്യാപ്പിൻ്റെ ലെവലുകൾ. ഓക്കെ, കാര്യം മനസ്സിലായല്ലോ. അപ്പോൾ നമുക്ക് വീണ്ടും നമ്മുടെ നിഫ്റ്റിയുടെ ലെവലിലോട്ട് വരാം. നിഫ്റ്റി നാളെ എന്താ സംഭവിക്കുന്നത് നോക്കിക്കഴിഞ്ഞാൽ ആരും സ്കിപ്പ് ചെയ്ത് പോകണ്ട കേട്ടോ. നിഫ്റ്റി വീണ്ടും നമ്മുടെ ഈ ലെവലിനകത്താണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തേക്കുന്നത്. 470 റേഞ്ചിനകത്തിലാണ് നിഫ്റ്റി ക്ലോസ് ചെയ്തേക്കുന്നത്. അപ്പം ഇനി നാളെ ഫർദർ എന്ത് സംഭവിക്കുന്നുള്ളത് വേണം നമുക്ക് നോക്കാൻ. അപ്പം നാളെ ഈ പറയുന്ന പോലെ തന്നെ ഇപ്പം US ഫ്യൂച്ചർ ഡൗ ജോൺസ് ഏകദേശം ഒരു ചെറിയ നെഗറ്റീവിലാണ്. പിന്നെ ഈ ഡൗ ജോൺസ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഡൗ ജോൺസ് ഇന്ന് ഫ്ലാറ്റായിട്ടോ പോസിറ്റീവായിട്ടോ ക്ലോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മാർക്കറ്റ് മുകളിലോട്ട് പോകാനുള്ള സാധ്യത ഉണ്ട്. ഓക്കെ, അല്ല ഒരു നല്ല നെഗറ്റീവ് ഒരു 300 പോയിൻറ്റ് 400 പോയിൻ്റ് ഒക്കെ ഡൗൺ സൈഡ് ആണെന്നുണ്ടെങ്കിൽ, നമ്മുടെ US ഡൗ ജോൺസൊക്കെ 400 പോയിൻറ്റ് 300-400 പോയിൻ്റ് ഒക്കെ നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ നമ്മളുടെ മാർക്കറ്റിനെ അത് ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ തന്നെ നമ്മളുടെ ഡേറ്റ, ഇൻഫ്ലേഷൻ ഡേറ്റ വന്നതും മാനുഫാക്ചറിങ് ഡേറ്റ വന്നതൊക്കെ നല്ല സൂപ്പർ ഡേറ്റയാണ്. വിചാരിച്ചതിനേക്കാളൊക്കെ അടിപൊളി ഡേറ്റയാണ്. അത് നാളെ മാർക്കറ്റിൽ പ്രതിഫലിക്കുകയോ ഇല്ലയോ എന്നുള്ളത് വേണം നമുക്ക് കണ്ടറിയാൻ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് നാളെ പറക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇന്ന് ഞാൻ നിങ്ങളെ അവസാന നിമിഷം ഞാൻ നിങ്ങളെ ഒരു ഓപ്പൺ ഇൻട്രസ്റ്റിൻ്റെ പേജ് കാണിച്ചായിരുന്നു. അതിനകത്ത് 22,500 450, 22,450, 500 നല്ല പോലെ കോൾ റൈറ്റിംഗ് ഉണ്ട്. ഓക്കെ, നാളെ ഏതെങ്കിലും കാരണവശാൽ ഒരു ഗ്യാപ്പ് അപ്പ് കിട്ടുവാണെന്നുണ്ടെങ്കിൽ, ഗ്യാപ്പ് അപ്പ് വന്നാൽ, അതായത് ഇപ്പം മാർക്കറ്റ് ക്ലോസ് ചെയ്തേക്കുന്നത് 22,468 മാർക്കറ്റ് ക്ലോസ് ചെയ്തേക്കുന്നത്. ഓക്കെ, ഒരു 22,550 അല്ലെ ഇതിന് മുകളിലൊക്കെ ഈ റേഞ്ചിൽ 550 റേഞ്ചിലെങ്ങാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്താൽ
ഓപ്പൺ ചെയ്ത് ഈ 22,529 ഇവിടെ സസ്റ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ എണ്ണന്മാരെല്ലാം കൂടും എടുത്തുകൊണ്ട് ഞാൻ ഗ്രൂപ്പിൽ പറഞ്ഞ പോലെ തന്നെ ഈ കോൾ റൈറ്റ് ചെയ്തിരിക്കുന്നവരെല്ലാം കൂടും എടുത്തുകൊണ്ട് അവിടുന്ന് ഓടേണ്ടി വരും. കാരണം ഒരു ഷോർട്ട് കവർ ചെയ്യണം അവർ. അപ്പോൾ അവരെല്ലാം അവിടെ നിന്ന് എക്സിറ്റ് ആകും. അപ്പം ഫർദർ മാർക്കറ്റ് പിന്നെയും അവരോട് പോകാനുള്ള സാധ്യത ഉണ്ട്. ഇനിയും നാളെ 607 ഈ 607 കടന്നാൽ ഈ 600 കടന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് നല്ലപോലൊരു ബുള്ളിഷ് മൊമെൻ്റ് നമുക്ക് കാണാൻ പറ്റും. അത് മാർക്കറ്റ് ഇന്ന് രാത്രിയിലെ US മാർക്കറ്റിൻ്റെ ഒരു ഗതിവിഗതി പോലിരിക്കും എങ്ങനെയാണ് നാളെ എന്നുള്ളത്. ഒരു ഫ്ലാറ്റ് ആയിട്ടെങ്കിൽ US ക്ലോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നാളെ നല്ലൊരു ഓപ്പണിംഗ് കിട്ടും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ 450-ലും 400-ഉം 450-ഉം 500-ലൊക്കെ റൈറ്റ് ചെയ്തേക്കുന്നവർ ഇറങ്ങി ഓടേണ്ടി വരും. അങ്ങനെ ആകുമ്പോൾ ഷോർട്ട് കവറിങ് വരും, മാർക്കറ്റ് മുകളിലോട്ട് പോകും. പിന്നെ മാർക്കറ്റ് പോകുന്നതിന് ഷോർട്ട് പിന്നെ അവർ കവർ ചെയ്യേണ്ടി വരും. അങ്ങനെ മാർക്കറ്റ് നല്ല ഒരു ബുള്ളിഷ് മൊമെൻ്റം കിട്ടും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ അങ്ങനെ സംഭവിക്കട്ടെ എന്ന് വിചാരിക്കുന്നു. അപ്പം നാളെ ഇതാണ് മാർക്കറ്റ് ഗതിവിധി. ഇതിൻ്റെ ഒരു സ്ട്രക്ചർ ഇതിനകത്ത് നോ ട്രേഡിംഗ് സോണാണ്. എങ്ങോട്ട് ബ്രേക്ക് ചെയ്ത് നോക്കുക, താഴോട്ടെങ്കിൽ താഴോട്ട്, മുകളിലോട്ടെങ്കിൽ മുകളിലോട്ട് നോക്കി മാത്രം എന്നും പറയുന്ന പോലെ തന്നെ നമുക്ക് ആ ലെവൽ ഒന്ന് കറക്റ്റ് ചെയ്യാം. നമുക്കിപ്പോൾ ഇതൊന്ന് ഒരു മിനിറ്റ്, ലെവൽ ഒന്ന് കറക്റ്റ് ചെയ്യണം. ഇവിടെ നമുക്ക് ഇച്ചിരുന്ന് ഈ ശകലം ഒന്ന് മേലോട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. ഇതൊന്ന് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ളതൊന്നുമില്ല. ഇവിടെ അത് അങ്ങനെ തന്നെയാണ്. ഇത് കളറൊന്ന് മാറ്റിയേക്കാം. നമ്മുടെ റേഞ്ച് ഇതാണ്. ഓക്കെ, ഇത് ഗ്രീനാണ്. അവിടെ ഒന്ന് ഇത് വേണ്ട, ഈ സാധനം നമുക്ക് വേണ്ട, ആ സാധനത്തിന് ആവശ്യമില്ല, അതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. ഓക്കെ, നമുക്ക് ഇത് തന്നെയാണ് നമ്മുടെ റേഞ്ച്. ഓക്കെ, ഇതൊന്നും മാറ്റണ്ട, ഇത് ഇച്ചിരി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, ഇത് ബാക്കി എല്ലാ ലെവലുകളെല്ലാം അതുപോലെ തന്നെ, നിങ്ങൾ ഒന്നും മാറ്റണം, അങ്ങനെയൊക്കെ തന്നെ നടന്നു വെച്ചാൽ മതി. ഓക്കെ, ഈ ലെവലുകൾക്കൊന്നും ഒരു മാറ്റവും വരത്തില്ല. ഓക്കെ, ഇതിനകത്ത് ഒരെണ്ണം കൂടെ ഉണ്ട് അല്ലേ, നമുക്ക് കൂടെ ഒരെണ്ണം വരയ്ക്കാം. ഗ്യാപ്പ് അപ്പ് കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഇതിനകത്തൊന്നും കാര്യമൊന്നുമില്ല. ഗ്യാപ്പ് അപ്പ് കിട്ടുവാണെങ്കിൽ വെച്ചാൽ ഈ റേഞ്ചിലായിരിക്കും ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ആകുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒന്ന് സസ്റ്റെയിൻ ചെയ്ത് ഇവിടെ വന്ന് സപ്പോർട്ട് ചെയ്ത് മേലോട്ട് പോകുക, അല്ലെങ്കിൽ നേരെ മേലോട്ട് പോവുകയൊക്കെ ചെയ്യുമായിരിക്കും. ഓക്കെ, ഇതിനകത്ത് നമുക്ക് ഈ രണ്ടെണ്ണേ ഉള്ളൂ, ഇതില്ല. ഞാൻ എന്ന് ഈ മിഡ് ക്യാപ്പും ബാങ്ക് നിഫ്റ്റിയും മറന്നു പോകും ചിലപ്പം. ഇന്നലെ ഞാൻ സത്യം പറഞ്ഞാൽ വിചാരിച്ചാണ് ചെയ്യണമെന്ന്, പക്ഷേ ഞാനങ്ങ് വിട്ടുപോയി, തിരക്കായതുകൊണ്ട്. പെട്ടെന്ന് ഈ വീഡിയോ ചെയ്യുന്നതുകൊണ്ടേ പെട്ടെന്ന് തീർക്കണം. നിങ്ങൾ ഉറങ്ങുന്നതിന് മുമ്പ് ഈ സാധനം തരണമുണ്ട്, ഞാൻ പെട്ടെന്ന് ചെയ്തോണ്ടെങ്കിൽ മറന്നുപോയി. അപ്പോൾ ഇനിയിപ്പോൾ നാളെ അടുത്ത ദിവസം പിന്നെ നിഫ്റ്റി സെൻസെക്സ് എന്നും പറഞ്ഞാൽ ആരും വരല്ലോ കേട്ടോ, അതൊന്നും ഇനിയില്ല. ഓക്കെ, ഇത് തന്നെ ഞാൻ നിങ്ങളുടെ നിരന്തരമായ അഭ്യർത്ഥന മാനിച്ച് ചെയ്തതാണ്. ഓക്കെ, അപ്പോൾ നാളെ എല്ലാവർക്കും ഒരു പ്രോഫിറ്റബിൾ ഡേ ആശംസിക്കുന്നു. താങ്ക് യു ഓൾ.